+2 ഫിസിക്സിൻ്റെ ഫോക്കസ് ഏരിയാസിന് ഊന്നൽ നൽകിക്കൊണ്ട് 10 വീഡിയോസ് കൊണ്ട് +2 ഫിസിക്സ് പൂർണ്ണമായും തീർക്കുന്ന ഒരു വീഡിയോ സീരീസാണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് നന്നായി പഠിക്കുക. എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാതെ പഠിക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിന് 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി. ബാക്കിയുള്ള വീഡിയോസും കാണണം. ബിലീവ് മീ, യു വിൽ ഗെറ്റ് A+ ആൻഡ് ഫുൾ സ്കോർ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. ശരിക്കും 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റിലെ ദ ലോങ്ങസ്റ്റ് ചാപ്റ്ററാണ്. പക്ഷേ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അതിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത് പഠിക്കാൻ എളുപ്പമാണ്. ഇനി നമുക്കതിൻ്റെ പ്രധാന ആശയങ്ങളിലേക്ക് പോവാം. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന്. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഈ ചാർജ് സ്റ്റേഷനറി ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. എന്നാൽ ഈ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. അതായത് എ മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എ മൂവിങ് ചാർജ് ഈസ് എ മാഗ്നറ്റ്. എ മൂവിങ് ചാർജ് ഈസ് എ മാഗ്നറ്റ്. ഇത് ഫിസിക്സിലെ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ ആണ്. അത് മനസ്സിരുത്തി മനസ്സിലാക്കി പഠിക്കുക. എ മൂവിങ് ചാർജ് ഈസ് എ മാഗ്നറ്റ്. ഈ മൂവിങ് ചാർജ് മാഗ്നറ്റ് ആണെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഫ്ലോ ആണല്ലോ. അപ്പോൾ കറണ്ട് ഒഴുകുന്ന കമ്പി എന്ന് പറഞ്ഞാൽ ചാർജ് ഒഴുകുന്ന കമ്പിയാണല്ലോ. അപ്പോൾ കറണ്ട് ഒഴുകുന്ന കമ്പിയും ഒരു മാഗ്നറ്റ് ആയിരിക്കും. എ കറണ്ട് ഫ്ലോയിങ് വയർ ഈസ് എ മാഗ്നറ്റ്. ഈ രണ്ട് ആശയങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. എ മൂവിങ് ചാർജ് ഈസ് എ മാഗ്നറ്റ്, എ കറണ്ട് ഫ്ലോയിങ് വയർ ഈസ് എ മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും നീളം കൂടിയ മാഗ്നറ്റ് ഏതായിരിക്കും? ദ KSEB പവർ ലൈൻ. ശരിയല്ലേ? വലിയ നീളത്തിലുള്ള കമ്പിയല്ലേ? അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു തോന്നലുണ്ടാവും, നമ്മൾക്ക് അങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡൊന്നും ഫീൽ ചെയ്തിട്ടില്ലല്ലോ അതിൻ്റെ താഴെ നിൽക്കുമ്പോൾ. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ. നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്, ഒരു മൂവിങ് ചാർജ് മാഗ്നറ്റ് ആണെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജ് ഒരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് വന്നാൽ, വേറൊരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് വന്നാൽ ആ മാഗ്നറ്റും ഈ മാഗ്നറ്റും, അതായത് രണ്ട് മാഗ്നറ്റ്, ചാർജ് മൂവ് ചെയ്യുന്നു, അതൊരു മാഗ്നറ്റാണ്. വേറൊരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് വന്നാൽ അപ്പോൾ രണ്ട് മാഗ്നറ്റായി, ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാവും. ആ ഇൻ്ററാക്ഷനെ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. F ഈസ് ഈക്വൽ ടു, ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, ഓർക്കണം. F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക. നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചിട്ടില്ല മാത്തമാറ്റിക്സിൽ? ഇങ്ങനെ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. Q ഇൻറ്റു V B സൈൻ തീറ്റ. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് QVB സൈൻ തീറ്റ. ഞാൻ എക്സാമ്പിൾസ് പറയാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് ഒരു ഡെഫിനിഷൻ പഠിക്കുന്നത് നല്ലതാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. F ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. ആൻഡ് യു സീ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചാർജ്, ദ വെലോസിറ്റി ഓഫ് ദ ചാർജ്, ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻക്ലിനേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ബി. അങ്ങനെ 4 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഫോഴ്സാണിത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ എക്സാമ്പിളിൽ പഠിക്കും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഡയറക്ഷൻ ഓഫ് F ഈസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. അത് മാത്തമാറ്റിക്സിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ അത് പഠിക്കും. F ഈസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു സ്ഥലം. ഈ സ്ഥലത്ത് ബി എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ബി, ഈ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇടുക. ഉള്ളിലായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ ഇടുന്നത്. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ വരച്ച് ഒന്നിച്ച് ചെയ്യണേ. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് 3 പാർട്ടിക്കിൾസ് കയറുകയാണ്. ഒരു പ്രോട്ടോൺ, ഒരു ന്യൂട്രോൺ, ഒരു ഇലക്ട്രോൺ.
ഇവിടെയൊന്നും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ പാർട്ടിക്കിൾ നേരെ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഈ പാർട്ടിക്കിൾസിന് ഇങ്ങനെ പോവാം അങ്ങനെയായിരുന്നു പോവുക. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് പോവുക എല്ലാ പാർട്ടിക്കിൾസും. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിൾസിൻ്റെ മേലെ ഫോഴ്സ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു F=QVB sin θ. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ഇതിനകത്തേക്ക് കയറുമ്പോൾ ഫോഴ്സ് ഉണ്ടാകുന്നത് പ്രോട്ടോണിലും ഇലക്ട്രോണിലും മാത്രമായിരിക്കും. ന്യൂട്രോണിൽ ഫോഴ്സ് ഉണ്ടാവുമോ? ന്യൂട്രോണിൽ ഉണ്ടാവില്ല, കാരണം അതിന് ചാർജ് ഇല്ലല്ലോ. അപ്പോൾ ന്യൂട്രോൺ ഇങ്ങനെ അങ്ങ് പോയിക്കോളും. ന്യൂട്രോൺ ഈസ് അൺഡിഫ്ലക്റ്റഡ്. ഓക്കെ, ഇനി പ്രോട്ടോണിൻ്റെ മേലും ഇലക്ട്രോണിൻ്റെ മേലും ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. F=QVB എന്നുള്ള അളവിലാണ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഫോഴ്സ് ഉണ്ടാവും. ഇനി ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് കിട്ടുക. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഇടതേ കൈ എടുക്കുക. ഇടതേ കൈ എടുത്തിട്ട് ഈ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ മൂന്നും ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പിടിക്കുക. ഇങ്ങനെ പിടിച്ച് എന്നിട്ട് ഫോർ ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിക്കണം. മിഡിൽ ഫിംഗർ പാർട്ടിക്കിൾ വെലോസിറ്റി, പോസിറ്റീവ് ചാർജിൻ്റെ വെലോസിറ്റിയിൽ പിടിക്കണം. അപ്പോൾ തമ്പിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഓർത്തിരിക്കണം, ഫോർ ഫിംഗർ ഫീൽഡ്, മിഡിൽ ഫിംഗർ വെലോസിറ്റി, തമ്പിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ നോക്കിക്കേ, പ്രോട്ടോൺ ഇങ്ങോട്ട് കയറി. പ്രോട്ടോൺ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറുന്ന പ്രോട്ടോണിൻ്റെ മേലെ ഈ അളവിൽ ഫോഴ്സ് ഉണ്ടാവും. അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നു QVB. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ പാർട്ടിക്കിൾ പോകുന്നത് അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ് പാർട്ടിക്കിൾ പോകുന്നത്. ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ അവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ QVB എന്നാകും, കാരണം sin 91 ആയതുകൊണ്ട്. ഇനി അടുത്തത് നോക്കുക. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഫീൽഡ്, ഇങ്ങോട്ട് പാർട്ടിക്കിൾ കയറി വരുന്നു. അപ്പോൾ ഫോഴ്സ് മേലോട്ടാണ് ഉണ്ടാവുക. ഇതായിരിക്കും പാർട്ടിക്കിളിൻ്റെ മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ആശയം മനസ്സിലായോ? ഇനി നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണിൻ്റെ മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അപ്പോൾ എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. ഇതാണ് ഇലക്ട്രോണിൻ്റെ മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇനി വളരെ രസകരമായൊരു സാഹചര്യമുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ട് വന്നപ്പം ഇങ്ങനെ നേരെ പോവേണ്ടിയിരുന്ന പാർട്ടിക്കിളിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കും മേലോട്ട്. അപ്പോൾ ചിലപ്പോൾ പാർട്ടിക്കിൾ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇനി ഫോഴ്സിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കുക. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പാർട്ടിക്കിൾ മേലോട്ട് തിരിയുമ്പോൾ ഞാൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പിടിക്കുന്നത് നോക്കുക. ഫീൽഡ് അങ്ങോട്ടാണ്, പാർട്ടിക്കിൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മേലേക്ക് വരിക. ഇനി പാർട്ടിക്കിൾ അല്പം ഡിഫ്ലക്റ്റ് ചെയ്യുമ്പം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ചാൽ മനസ്സിലാവും, പാർട്ടിക്കിൾ അപ്പോൾ ഇങ്ങോട്ട് തിരിയും. ഫോഴ്സ് മേലോട്ടുള്ളതുകൊണ്ട് പാർട്ടിക്കിൾ തിരിയും. പാർട്ടിക്കിൾ തിരിയുമ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനും മാറും, ഇങ്ങനെ മാറും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും, ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങും. നോക്കിക്കേ, അങ്ങനെ ചാർജുള്ള പാർട്ടിക്കിൾസിനെ കറക്കാൻ കഴിയുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇത് നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത ഒരു ഫോഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഫോഴ്സിനെ നമ്മൾ പുഷ് ഓർ പുൾ എന്നല്ലേ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നത്. ഇവിടെ ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇത് ചാർജിനെ പിടിച്ചിങ്ങനെ കറക്കുകയാണ്. അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ കറങ്ങുന്ന രീതി എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോഴ്സ് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യും. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? mv²/r = QVB. V cancels out here and radius you can write. ഈ കറങ്ങുന്ന റേഡിയസ് അല്ലേ, ഈ ദൂരം, ആ ദൂരം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് എഴുതി നോക്കാം. ഇവിടെ r = mv/QB എന്ന് കിട്ടും. എന്ന് വെച്ചാൽ റേഡിയസ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്രോട്ടോണിൻ്റെ മേലെ ഇലക്ട്രോണിൻ്റെ മേലെ ഒരേ അളവിലുള്ള ഫോഴ്സ് ഉണ്ടാവുക. കാരണം ഒരേ വെലോസിറ്റിയാണ് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നു, ഇതായിരിക്കും റേഡിയസ്.
ഇനി ഒരേ വെലോസിറ്റിയിലാണ് പ്രോട്ടോണും ഇലക്ട്രോണും വരുന്നതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് താഴേക്ക് കറക്കില്ലേ, ഇലക്ട്രോണിൻ്റെ റേഡിയസും ഇതേ റേഡിയസ് തന്നെ ആയിരിക്കുമോ? റേഡിയസ് ചാർജ് മാസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ ഏതാണ്ട് 2000-1 ഉള്ളൂ. എന്ന് വെച്ചാൽ റേഡിയസ് 2000-1 ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ പ്രോട്ടോണിൻ്റെ റേഡിയസ് ഒരു 2 മീറ്റർ ആണെന്നിരിക്കട്ടെ, 2 മീറ്റർ. അങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ റേഡിയസ് എത്രയേ ഉണ്ടാവുള്ളൂ? 1 മില്ലിമീറ്ററേ ഉണ്ടാവുള്ളൂ. ഏതാണ്ടൊരു കമ്പാരിസനാണ് അത്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് കയറിയിട്ട് ചെറിയൊരു ഇതായിട്ട് ഞാനിവിടെ വരയ്ക്കുന്നത്. പക്ഷേ മനസ്സിലായോ എന്താ ഇത് ഇത്ര ചെറുതാവാൻ കാരണം? ഇതിൻ്റെ റേഡിയസ് വളരെ, അപ്പോൾ റേഡിയസിനുള്ള ഇക്വേഷൻ അത് ഇലക്ട്രോണിൻ്റെ റേഡിയസ് വളരെ ചെറുതായിരിക്കും. പ്രോട്ടോണിൻ്റെ റേഡിയസ് ഇലക്ട്രോണിൻ്റെ റേഡിയസിൻ്റെ ഓൾമോസ്റ്റ് 2000 ടൈംസ് ഉണ്ടാവും, പ്രൊവൈഡഡ് ദേ ആർ മൂവിങ് വിത്ത് ദ സെയിം വെലോസിറ്റി. രസകരമായൊരു ചോദ്യം ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചു ഇങ്ങനെ, ഈ ഇലക്ട്രോണിനും പ്രോട്ടോണിനും അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറിയാൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാതെ പോകാൻ പറ്റുമോ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഫോഴ്സ് 0 ആകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് അപ്പോൾ ചോദ്യം. Q 0 ആവില്ല, മൂവ് ചെയ്യുമ്പോൾ പിന്നെ V 0 ആവില്ല, B 0 ആവില്ല, സൈൻ തീറ്റ 0 ആവാം. സൈൻ തീറ്റ എപ്പോഴാണ് 0 ആവുന്നത്? സൈൻ തീറ്റ ഈസ് 0 വെൻ തീറ്റ ഈസ് 0 ഡിഗ്രീസ് ഓർ 180 ഡിഗ്രീസ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ പാർട്ടിക്കിൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിന് പകരം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ, ഇവിടെ മാത്തമാറ്റിക്കൽ കണ്ടീഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീറ്റ ഈസ് 0 മീൻസ് V ആൻഡ് B ആർ പാരലൽ. അപ്പോൾ ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആകും. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് നോ ഫോഴ്സ് ഓൺ ഇറ്റ് ബൈ മൂവിങ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു ഇറ്റ്. ഇനി ഒരു രസകരമായ കാര്യം, ഇതൊക്കെ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രോട്ടോണിനെ ഇങ്ങനെ പിടിച്ച് കറക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് വ്യത്യാസം വരുമോ? സ്പീഡ് വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചാൽ നോക്കിക്കേ, ഈ ഫോഴ്സ് വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡസ് നോ വർക്ക് എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കൊണ്ട് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇറ്റ്സ് വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്, ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് നോട്ട് ചേഞ്ചിങ്, ഇറ്റ്സ് മൊമെൻറ്റം ഈസ് നോട്ട് ചേഞ്ചിങ് ഇൻ മാഗ്നിറ്റ്യൂഡാണ് ഇതെല്ലാം. കാരണം ഡയറക്ഷൻ മാറുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദ ഫോഴ്സ് ക്യാൻ ആക്സിലറേറ്റ്. അപ്പോൾ ഒരു ട്രിക്കിയായ ഫോഴ്സാണിത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ക്യാൻ ആക്സിലറേറ്റ് എ പാർട്ടിക്കിൾ ബട്ട് നോട്ട് ചേഞ്ച് ഇൻ സ്പീഡ്. So speed is not changing, its kinetic energy is not changing. ഈ ആശയം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ട്രിക്കി ആയിട്ട് നിങ്ങളെ പറ്റിക്കും. നമ്മൾ ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട ഐഡിയയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു വയറുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ വയറിൻ്റെ 2 ഭാഗത്തും ഒരു ബാറ്ററീനെ കണക്ട് ചെയ്യുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. അപ്പോൾ ഈ വയറിലൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു മാഗ്നറ്റായിട്ട് മാറും. എ കറണ്ട് ഫ്ലോയിങ് വയർ ഈസ് എ മാഗ്നറ്റ്. ലോകത്ത് നിങ്ങൾ കാണുന്ന എല്ലാ മാഗ്നറ്റിക് ഫീൽഡുകളും നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഈ ആശയം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷാ ചോദ്യം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് പഠിക്കണം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു വയർ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ. ഈ വയർ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നുമില്ല. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കൊണ്ട്, അതായത് ഒരു എലമെൻ്റൽ ലെങ്ത് കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അതിങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വയർ, ഓക്കെ, ഇതിങ്ങനെ ഇൻഫിനിറ്റ് നീളമുള്ള വയറാണ്. അതിനകത്തോടെ I എന്ന കറണ്ട് ഒഴുകുന്നുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഈ മൊത്തം വയറുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന എവിടെ നിന്നാണെന്നറിയോ? ഒരു ഫണ്ടമെൻ്റൽ റൂളിൽ നിന്നാണ്, ഒരു ലോയിൽ നിന്നാണ്. നോക്കുക, ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം, ഇത്രയും ഭാഗം, ഓക്കെ, ആ ലെങ്തിനെ നമ്മൾ DL എന്ന് വിളിച്ചു. ചെറിയ അളവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ചെറിയ ഭാഗം ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ജീൻ ബാപ്റ്റിസ്റ്റ് ബിയോ, ഫെലിക്സ് സവാർ, ഇങ്ങനെ 2 ആളുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ ആ റൂളിനെ അവരെ 2 പേരിൻ്റെയും പേരിൻ്റെ അവസാനത്തെ ഭാഗം ചേർത്തിട്ട് ബിയോ സവാർ ലോ എന്നാണ് പറയുക.
സാധാരണ എഴുതുമ്പോൾ നമ്മളത് ബയോ സവാർട്ട്സ് ലോ എന്നാണ് എഴുതാറ്, വായിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ലോയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ എലമെൻ്റൽ ലെങ്ത് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഉള്ള റൂളാണത്. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യമായിട്ട് ഒരു ലോ അല്ലെങ്കിൽ ഒരു റൂള് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാതെ ഇക്വേഷൻ എഴുതുകയാണ് ഫിസിക്സിൽ. ഒരുപക്ഷെ ഇനി അങ്ങോട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. നിങ്ങൾ ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു പഠിച്ച് ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിൽ ഹൃദ്യസ്ഥമാക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അത് എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. നോക്കുക, ഐ എന്ന് പറയുന്നത് ഇതിൽ ഈ കമ്പിയിൽ കൂടെ ഒഴുകുന്ന കറണ്ടാണ്. ഡി എൽ എന്ന് പറയുന്നത് ഈ എലമെൻ്റൽ ലെങ്താണ്. തീറ്റ എന്ന് പറയുന്നത് നോക്കിക്കുക, ഈ എലമെൻ്റൽ ലെങ്തിൽ നിന്ന് ആ പോയിൻറ്റിലേക്ക് ഒരു ലൈൻ സങ്കല്പിക്കുക, അതിൻ്റെ നീളമാണ് ആർ. അപ്പോൾ ആ പോയിൻറ്റിലേക്കുള്ള ദൂരമാണ് ആറ്. ഈ എലമെൻ്റൽ ലെങ്തും ഈ ദൂരവും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. എന്ന് വെച്ചാൽ ഇത് വീണ്ടും ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ ഈ എലമെൻ്റൽ ലെങ്ത് ചെരിവ് മാറുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. നമ്മളത് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത കാര്യം, ഇത് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ ഇക്വേഷന് μ0/4π എന്നൊരു കാര്യമുണ്ട്. ഈ μ0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. എന്താണ് പെർമിയബിലിറ്റി? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ 1/4π എപ്സിലോൺ 0 എന്ന് പഠിച്ചില്ലേ, അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ μ0. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡിലെ കോൺസ്റ്റൻ്റ് ഏതാണ്? μ0/4π ആണ്. അപ്പോൾ ഈ എലമെൻ്റൽ ലെങ്ത് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? കറണ്ട് 1, എലമെൻ്റൽ ലെങ്തിൻ്റെ ലെങ്ത് 2, ആംഗിൾ 3, ഡിസ്റ്റൻസ് 4. ഇനി അഞ്ചാമത്തെ ഏതാണ്? μ0/4π എന്ന് പറയുന്ന ഈ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്ത് മീഡിയത്തിലാണോ ഇതിരിക്കുന്നത് അതനുസരിച്ച് കൂടിയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് എത്ര കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? 5 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഏതൊക്കെയാണ്? മീഡിയം, കറണ്ട്, എലമെൻ്റൽ ലെങ്ത്, ആംഗിൾ ആൻഡ് ഡിസ്റ്റൻസ് ടു ദാറ്റ് പോയിൻറ്റ്. ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതറിയുന്നത് എങ്ങനെയാണെന്നറിയോ? അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇത് വീണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സിറ്റുവേഷനുമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വയറുണ്ടെന്ന് സങ്കല്പിക്കുക, അതിനകത്തോടെ കറണ്ട് ഇങ്ങനെ മേലോട്ട് പോവുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളാണ്. എന്താണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ? അതായത് നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് ഈ കറണ്ട് ക്യാരിയിങ് വയറിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതായിട്ട്, ഗ്രിപ്പ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ തമ്പ് ഇരിക്കേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതിപ്പോൾ കറണ്ട് മേലോട്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടറാണെങ്കിൽ ഞാൻ ഈ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ നേരെയായിരിക്കും, ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, തമ്പിൻ്റെ ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കറണ്ട് മേലോട്ട് ഒഴുകാവുമ്പം ഇങ്ങനെ ഉള്ളിലേക്കാണ്, ഇൻ ടു ദ പേപ്പർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇൻസിഡൻ്റിൽ ഞാനിട്ട ഇൻറ്റു കറക്റ്റാണ്. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു പോയിൻ്റ്, ഇപ്പുറത്തെ സൈഡിലൊരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ പുറത്തേക്കായിരിക്കും. ഇത് കുട്ടികളിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇനി ഈ ബയോ സവാർട്ട്സിലോ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം എലമെൻ്റൽ ലെങ്ത് ഞാൻ ഇങ്ങനെ എടുത്തു വന്നിരിക്കട്ടെ. അതായത് സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുക, ഇങ്ങനെ. അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഉണ്ട്, കറണ്ട് ഇങ്ങനെ പോകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പോയിൻ്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മളുടെ റൂൾ അനുസരിച്ച് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും, ഈ പോയിൻ്റിൽ പുറത്തേക്കുമായിരിക്കും. ഇത് ഇൻ ടു ദ പേപ്പർ ഫീൽഡും ഇത് ഔട്ട് ഓഫ് ദ പേപ്പർ ഫീൽഡുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി രസകരമായ കാര്യം, നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഈ സൈൻ തീറ്റയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഈ ചെറിയ പീസ് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ ഇക്വേഷൻ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ
ഇതായിരിക്കും തീറ്റ എന്ന് പറയുന്ന ആംഗിളും. ഓക്കെ, ഇത് ആ കറണ്ട് പോകുന്ന ഡയറക്ഷൻ, അപ്പോൾ ഇത് തീറ്റ. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു എന്നിരിക്കട്ടെ, ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ദൂരം വ്യത്യാസപ്പെടുത്തുന്നില്ല, ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ തീറ്റയുടെ അളവ് കുറഞ്ഞു 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 വന്ന് ഇവിടെ എത്തുമ്പം 0 ആകും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടെ നിങ്ങൾക്ക് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വന്ന് ഈ പോയിന്റിൽ 0 ആയിരിക്കും, അതേപോലെ ഈ പോയിന്റിലും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 ആണ്. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടി വന്നിട്ട് ഇവിടെ മാക്സിമം ആയിരിക്കും. ഇത് ഈ ചെറിയ പീസ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ഇനി എൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു കമ്പി ഇങ്ങനെ വെച്ചു എന്നിരിക്കട്ടെ, ഈ ഡയറക്ഷനിലേക്ക് കറണ്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ താഴെ മേലെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാണ്. തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്ന രീതിയിൽ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ താഴേക്ക് ഞാൻ കൈ കൊണ്ടുപോകുമ്പം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് താഴേക്കായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇൻ ടു ദ പേപ്പർ ആയിരിക്കും. എന്നാൽ ഞാൻ ഇങ്ങനെ മേലോട്ട് എടുക്കുമ്പോഴോ മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയും ആയിരിക്കും. എല്ലാവരും അത് എഴുതി ബുക്കിലേക്ക് എഴുതി നന്നായിട്ട് പഠിക്കണം. ശരിക്കും ഇങ്ങനെ ചെയ്ത് പഠിക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ രസകരമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഇങ്ങനെയും കൂടെ ഒരു വയർ വെച്ചു എന്നിരിക്കട്ടെ, അതിലുള്ള കറണ്ടും I ആണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ വയറിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ദൂരം സെയിം ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വയറുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കണേ. ഞാൻ ഇങ്ങനെയല്ല എടുക്കുക. അപ്പോൾ ഇവിടെ ഇൻ ടു ദ പേപ്പർ, ഇവിടെയാണെങ്കിൽ ഔട്ട് ഓഫ് ദ പേപ്പർ. ആശയം മനസ്സിലായോ? ഇനി ഈ പോയിന്റിൽ നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ ഇൻ ടു ദ പേപ്പർ, ഇവിടെയാണെങ്കിൽ ഔട്ട് ഓഫ് ദ പേപ്പർ. അപ്പോൾ ഈ വയറും കൂടെ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല, ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഇനി ഈ പോയിന്റിലും ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ച് നമ്മൾ എഴുതിയിട്ടില്ല, അതും കൂടെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇവിടേക്ക് പുറത്തേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അകത്തേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇവിടെ പുറത്തേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ പഠിച്ച് ഇങ്ങനെ ഒരു വയർ എടുത്തിട്ട് ഇതിലൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ അതിനൊരു ചെറിയ ഭാഗം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനിൽ μ0/4π എന്ന് പറയുന്ന കാര്യം 10⁻⁻7 ആണ്. എന്നുവെച്ചാൽ വളരെ ചെറിയ അളവിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയുള്ളൂ. ഇത് നിങ്ങൾ ഓർക്കണം, ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ലേ, 1/4πε0 എന്നുള്ള അവിടുത്തെ കോൺസ്റ്റൻറ്റിൻ്റെ അളവ് 9 × 10⁻9 ആയിരുന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ അളവുകളും വളരെ വലുതായിരുന്നു. ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ ചെറുതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന കാര്യം നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ പറയുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ ഭാഗം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വയർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ശക്തിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കും, ഇങ്ങനെ സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റും. ഇപ്പം എന്താ മെച്ചെന്നറിയോ, നമ്മൾ ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനായിട്ട് ഇതിനെ സങ്കല്പിക്കുക. ഇത് ഈ വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനാന്നിരിക്കട്ടെ ഇത്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ മടക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ മൊത്തം ഇങ്ങനെ വളകൾ ഞാൻ പിടിക്കുകയാണെങ്കിൽ ആ വളകളെല്ലാം നടുക്കിങ്ങനെ കൂടി വരും അല്ലേ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഒരു വയറുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഫീബിൾ ആണെങ്കിലും അതിനെ ഒരു കോയിലാക്കി മടക്കിയെടുത്താൽ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആക്കാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് മതിയായില്ലെങ്കിൽ നിങ്ങൾക്കിതിനെ കൂടുതൽ റിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളെന്താ സാധാരണ ചെയ്യാമെന്നറിയോ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വയറിൻ്റെ കോയിലുകൾ ഉണ്ടാക്കും. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിലാണ്. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക്.
നന്നായി മനസ്സിലാക്കുക. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്, ഇങ്ങനെ ഒരു സർക്കുലാർ കോയിൽ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ കോയിൽ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ കോയിൽ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ. ഇത് ശരിക്കും ഇങ്ങനെ കറണ്ട് അങ്ങനെ കടന്നു പോകുന്നത് ഞാൻ കാണിച്ചേക്കുന്നത്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, പക്ഷേ ഇങ്ങനെയാണ് വെച്ചേക്കുന്നതായിട്ടാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ പരീക്ഷയ്ക്ക് പടത്തി കാണിക്കില്ല, ഒരു സർക്കിളായിട്ട് മാത്രമേ നമ്മൾ അതിനെ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആക്സിസാണ്. ഇങ്ങനെ ആക്സിസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ പോയിന്റ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇങ്ങനെ കോയിലിരിക്കുന്നു, ഇതിനകത്തോടെ കറണ്ട് കടന്നു പോകുന്നു. ഇങ്ങനെ കറണ്ട് കാണിക്കാൻ മറക്കരുത്. പരീക്ഷയ്ക്ക് ചിത്രം വരയ്ക്കുമ്പം ഈ ചിത്രം വരച്ച് പഠിക്കണം നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം എലമെൻ്റൽ ലെങ്ത് DL, ഈ DL ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഇതാണ് അതിൻ്റെ ദൂരം. R ദൂരത്താണ് ആ പോയിൻ്റ് ഇരിക്കുന്നതെന്നിരിക്കട്ടെ. സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം X ആണെന്ന് സങ്കല്പിക്കുക. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിക്കണേ, ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നന്നായി ആലോചിക്കുക. അങ്ങനെ ആലോചിച്ചൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് R ദൂരെയുള്ള ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് dB according to ബയോ-സവാർട്ട്സ് ലോ μ0/4π into IDL sin θ ഡിവൈഡഡ് ബൈ R² ആയിരിക്കും ഇവിടെ. അപ്പോൾ അതിൽ ഈ തീറ്റ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആംഗിൾ, അതായത് ഇങ്ങനെയാണ് ആ സിറ്റുവേഷനുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെയാണ് R വരിക. അപ്പോൾ നമുക്ക് ആ ആംഗിൾ എത്രയാണ് വരിക? 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഈ DBയുടെ അളവ് ശരിക്കും μ0/4π into IDL ഡിവൈഡഡ് ബൈ R² വരികയുള്ളൂ. കാരണം sin θ 1 ആകുന്നതുകൊണ്ട്. അത് മനസ്സിലായില്ലേ? അത് നന്നായി ആലോചിച്ച് മനസ്സിലാക്കുക. അത് ഈ ഹൊറിസോണ്ടലിൽ നിന്നും θ ഡിഗ്രി ചെരിഞ്ഞിട്ടാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ഈ ചെരിവ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഈ ചെരിവ് തീറ്റ. ഇത് രണ്ടും മാർക്ക് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, അതങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടുണ്ട്. അതിന് 2 കമ്പോണൻസ് ഉണ്ടാവും. ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടും ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടുമാണെന്ന് സങ്കല്പിച്ചാൽ ഈ കമ്പോണൻറ്റ് dB cos θ ആയിരിക്കും, ഈ കമ്പോണൻറ്റ് dB sin θയും ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു DL കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ പോയിൻ്റ്, ഈ DL കൊണ്ട് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക. ആ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ താഴേക്കായിരിക്കും. അതിനുമുണ്ടാകും 2 കമ്പോണൻസ്. അത് ഞാനിവിടെ വരയ്ക്കുകയാണ്. അളവ് ഈ dB തന്നെയായിരിക്കും, ഈ അളവ് തന്നെയായിരിക്കും. കമ്പോണൻസ് ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അതേ അളവുള്ള കമ്പോണൻറ്റ്, ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റിനും അതേ അളവ് തന്നെയായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതുകൊണ്ട് dB cos θ വീണ്ടും ഉണ്ടാകും. അത് ഇതിൻ്റെ കൂടെ കൂടും. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഈ 2 DL കൊണ്ടും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതായത് B ഡ്യൂ ടു 2DLs ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും കിട്ടുക? ഈ വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ചെയ്യപ്പെടും. dB sin θ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക, അത് ക്യാൻസലായി പോവും. ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആഡ് അപ്പ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2dB cos θ എന്ന് കിട്ടും. ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ B ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇങ്ങനത്തെ എത്ര ഇതിപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന 2 DL കൊണ്ടുള്ളതാണ്. അപ്പോൾ ഈ ടോട്ടൽ നീളത്തിൽ, ഈ ടോട്ടൽ ചുറ്റളവിൽ എത്ര 2 DL ഉണ്ടെന്നാണ് നമ്മൾ നോക്കുക. അത് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരെണ്ണം കൊണ്ടുണ്ടാകുന്നത് 2 into dB ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. μ0/4π into IDL ഡിവൈഡഡ് ബൈ R² ഇൻറ്റു, അപ്പോൾ ഇപ്പോൾ 2 dB ആയി.
ഇനി കോസ് തീറ്റ വേണം. കോസ് തീറ്റ ഞാൻ ഇവിടുന്ന് കണ്ടുപിടിക്കുക. കോസ് തീറ്റ എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഇൻറ്റു ഇത് 2 DL കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണിത്. നിങ്ങൾക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം എന്ത് ചെയ്യണം, ഈ 2πr-ൽ എത്ര 2DL ഉണ്ടെന്ന് നോക്കണം. സോ ഇൻറ്റു 2πr ഡിവൈഡഡ് ബൈ 2DL ഇതായിരിക്കും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇവിടെ നോക്കിക്കേ, ദിസ് 2 and 2 ക്യാൻസൽസ്. ഈ μ0/4π ക്യാൻസൽ ചെയ്യാൻ പാടില്ല, അത് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതുന്നതാണ്. ദിസ് DL and DL ക്യാൻസൽസ്. R ക്യാപിറ്റൽ R² ആവും. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. B is equal to μ0/4π into 2πIr² ഡിവൈഡഡ് ബൈ ഇവിടെ R³ എന്ന് വരും. R³ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യൂബാണ്. അത് ഞാൻ ഇവിടെ എഴുതുന്നത് നോക്കണേ. R എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം വെച്ച് R² + x² ഓൾ റൈസ് ടു 1/2 ആണ്. ഇവിടെ R² കൂടെ R³ ഉണ്ട്, അതായത് ഇതിനെ ക്യൂബ് ചെയ്യണം. സോ വാട്ട് ഐ ആം ഗെറ്റിംഗ് ഹിയർ ഈസ് R² + x² ഓൾ റൈസ് ടു 3/2 എന്ന് കിട്ടും. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. ഒരു താളത്തിൽ പറഞ്ഞു പഠിക്കുക. B is equal to μ0/4π into 2πIr² ഡിവൈഡഡ് ബൈ R² + x² ഓൾ റൈസ് ടു 3/2. ഇനി ആ സെൻറ്ററിലുള്ള പോയിൻ്റ്, ഈ പോയിൻ്റ് ഇതിൻ്റെ സെൻറ്ററിലാണെന്നിരിക്കട്ടെ. അതായത് നിങ്ങളുണ്ടാക്കുന്ന കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നിങ്ങൾ ഈ എക്സിന് 0 എന്ന് കൊടുത്താൽ മതി. സോ ബി സെൻറ്റർ ഈസ് ഈക്വൽ ടു നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് μ0I ഡിവൈഡഡ് ബൈ 2R എന്നായിരിക്കും. അവിടെ നമ്മൾ ഈ 4π എല്ലാം ക്യാൻസൽ ചെയ്തു. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ആ ഇക്വേഷൻ എഴുതുക. ഇവിടെ why you are not retaining μ0/4π, don't ask me that because this is how we usually write it. അപ്പോൾ ഒരു കോയിൽ ഇങ്ങനെ സർക്കിളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് n ടേൺസ് ഉണ്ടെന്നിരിക്കട്ടെ, അതായത് നിങ്ങൾ ഇങ്ങനെ പലതവണ ചുറ്റിയെടുക്കുന്നുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണ് എത്രയുണ്ടാവും? ഇക്വേഷൻ ബി സെൻറ്റർ ഈസ് ഈക്വൽ ടു n ടേൺസിനാണ് ഈസ് μ0NI ഡിവൈഡഡ് ബൈ 2R. ഈ ഇക്വേഷനും പ്രധാനപ്പെട്ടതാണ്, നിങ്ങളതെല്ലാം ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ അല്ല ഇതിൻ്റെ ഡെറിവേഷൻ ആണ് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളത്. ഇത് മാഗ്നിറ്റ്യൂഡാണ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ദ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് നിങ്ങൾ അടിയിൽ എഴുതുകയും ചെയ്യണം. ഇനി രസകരമായ ഒരു സിറ്റുവേഷനും കൂടെ നമ്മളിതിനകത്ത് ചർച്ച ചെയ്യുന്നത് നോക്കുക. ഇതിപ്പോൾ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് നമ്മൾ 0 എന്ന് കൊടുത്തു. നമ്മൾ ദൂരെയുള്ളൊരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് ബി ഫാർ അവേ ഇസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു അവിടെ എഴുതുന്നത് നോക്കുക 2Iπr² എന്ന് ഞാനാക്കി. മേലൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി എഴുതിയിട്ടുണ്ട്, പക്ഷേ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഡിവൈഡഡ് ബൈ ആറും എക്സും ദൂരെ ആകുമ്പോൾ എക്സ് കൂടുതലായിരിക്കും. അപ്പോൾ എക്സ് മാത്രം മതി നിങ്ങൾക്ക് അവിടെ. 6 0 ആക്കാം. 6 0 ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? x³ എന്ന് കിട്ടും. ഈ ഇക്വേഷനെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വേഷനുമായി താരതമ്യം ചെയ്യുക. അവിടെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വേഷൻ E is equal to along the axial line. ഓർക്കുന്നില്ലേ നിങ്ങൾ? 1/4πε0 ഇൻറ്റു 2p ഡിവൈഡഡ് ബൈ R³ എന്നായിരുന്നു. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? ദിസ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് കമ്പാരിസൺ. ഇവിടെ ഇത് ബി, ഇത് ഇ. ഇത് ഡൈപോളിൻ്റെ, ഇത് ഒരു സർക്കുലർ കോയിലിൻ്റെ. ഇത് ഇലക്ട്രിക് ഫീൽഡിലെ കോൺസ്റ്റൻറ്റ്, ഇത് മാഗ്നറ്റിക് ഫീൽഡിലെ കോൺസ്റ്റൻറ്റ്. ഇത് ദൂരത്തിൻ്റെ ഭാഗം, ഇതും ദൂരത്തിൻ്റെ ഭാഗം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ പിയുടെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് ഈ ക്വാണ്ടിറ്റിയാണ്, I × πr² ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇത് ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ ഇത് മാഗ്നറ്റിക് ഡൈപോൾ ആണ്.
ഇതിനെ നമ്മളപ്പം മാഗ്നറ്റിക് ഡൈപോൾ സ്മോൾ എം എന്നായിരിക്കും ഇനി മുതൽ വിളിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി. എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ വിത്ത് ഡൈപോൾ മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു ഐ എ. എന്താ എ എന്ന് പറയാൻ കാരണം പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ ഏരിയ ആണ്. ഇതിപ്പോൾ സർക്കുലർ കോയിലാണ് നമ്മുടെ അടുത്ത്. ഏത് ഷേപ്പുള്ള കോയിലാണേലും പ്രശ്നമില്ല. അതായത് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ദാറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. എ കറണ്ട് ക്യാരിയിങ് വയർ ഈസ് എ മാഗ്നറ്റ് ആൻഡ് ഇഫ് യു കോയിൽ ഇറ്റ് ഇൻ എനി ഷേപ്പ് ഡസൻറ്റ് മാറ്റർ, ഇറ്റ്സ് എ മാഗ്നറ്റിക് ഡൈപോൾ വിത്ത് ഡൈപോൾ മൊമെൻറ്റ് എം ഇസ് ഈക്വൽ ടു ഐ എ. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബിയർ മീറ്റർ സ്ക്വയർ എന്നാണ് വരിക. ഈ കറണ്ടിൽ നിന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. കുറച്ചുകൂടെ പറഞ്ഞാൽ ആൻഡ്രൂ മേരി ആംബിയർ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത് പ്രപഞ്ചത്തിലുള്ള എല്ലാ മാഗ്നറ്റിസവും ഉണ്ടാക്കുന്നത് കറണ്ടാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആശയമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. എന്താണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം? എന്താ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ആശയം? പ്രപഞ്ചത്തിലുള്ള എല്ലാ മാഗ്നറ്റിസവും ഉണ്ടാക്കുന്നത് ആരാണ്? ഇലക്ട്രിക് കറണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആശയത്തിലാണ് ആ കാര്യം നമ്മൾ എഴുതുക. ശ്രദ്ധിക്കണേ, നിങ്ങളൊരു പക്ഷേ ഇൻ്റഗ്രേഷൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും സാരമില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നിങ്ങൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയ ഒരു പാത്ത് സങ്കല്പിക്കുക. എന്നിട്ട് ഈ പാത്തിൽ ഉള്ള ഒരു ചെറിയ ഡി എൽ എടുക്കുക. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുക. അതിൻ്റെ ബി ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കുക. ഈ ഡി എൽ എന്ന് പറയുന്നത് ചെറിയൊരു ലെങ്ത് എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ബി ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ലൂപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ദ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇൻ എ ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ എൻക്ലോസ്ഡ് കറണ്ട്. അപ്പോൾ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും വരിക? നിങ്ങളിത് കാണാതെ പഠിക്കണേ. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് around a closed path in free space is μ0 times the enclosed current. ഇതിലും ഓരോ വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം ഒരു ക്ലോസ്ഡ് പാത്തിൽ ഫ്രീ സ്പേസിലുള്ള. അപ്പോൾ അത് ഈക്വൽ ടു എന്തായിരിക്കും? μ0 ടൈംസ് ദ എൻക്ലോസ്ഡ് കറണ്ട് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കതിൻ്റെ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയ കണ്ടക്ടർ സങ്കല്പിക്കുക. അതിനകത്തോടെയുള്ള കറണ്ട് ഐ ആണെന്നിരിക്കട്ടെ. അതിൻ്റെ കുറച്ച് ദൂരെ ഡി എന്ന ദൂരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡി എന്നുള്ള ദൂരത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം അതെത്രയാണെന്ന്. ബി ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു 2I/d ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിലേക്ക് ഈ ആശയം ഉപയോഗിച്ചിട്ട് എത്താനാണ് ശ്രമിക്കുന്നത്. ഇത് നമ്മൾ ബയോ സവാർട്സ് ലോ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്ലോസ്ഡ് പാത്ത് സങ്കല്പിക്കുക. അപ്പോൾ ഇതൊരു വയറാണ്, അതിൻ്റെ ചുറ്റുമുള്ള ഒരു ക്ലോസ്ഡ് പാത്ത്, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങൾ മേലെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ക്ലോസ്ഡ് പാത്ത് ഇങ്ങനെ കാണാം. വയർ ഇങ്ങനെ മേലെ നിന്ന് നോക്കുന്ന സീൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഡിസ്റ്റൻസ് ഡി ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ പാർട്ട് എടുക്കുക, ഇവിടെ എലമെൻ്റൽ ലെങ്ത് എടുക്കുക. അത് ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങനെ തന്നെയാണ്. അതായത് വരയ്ക്കുമ്പോൾ എനിക്കത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂ. ബിയും അങ്ങോട്ടായിരിക്കും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്ന കാര്യം ബി ഇൻറ്റു ഡി എൽ ആയിരിക്കും, കാരണം തീറ്റ 0 ആയതുകൊണ്ട്. ഇനി ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എത്രയായിരിക്കുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു, ബി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് എനിക്കറിയാം, μ0/4π ഇൻറ്റു 2I/d ആണ് ബിയുടെ അളവ്. ഇനി ഡി എല്ലിനെ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എടുക്കണം. അതായത് ഈ ഡി എല്ലുകളെ എല്ലാം ഇങ്ങനെ കൂട്ടി എടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കൂട്ടി എടുത്താൽ എനിക്ക് എത്രയാണ് കിട്ടുക? കിട്ടുന്നത് 2πd ആയിരിക്കും. ഇതിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും. അപ്പോൾ 2πd. ഇനി ഇത് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾ ഡി ക്യാൻസൽസ് ഔട്ട്, പൈ ക്യാൻസൽസ് ഔട്ട്,
This is for this cancels out and you will get it as mu 0 into I. So that is an ample proof for Ampere's circuital theorem. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്ന ആശയം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ക്ലോസ്ഡ് പാത്ത് സങ്കല്പിക്കുക. ആ പാത്തിൽ മുഴുവൻ ബി ഡോട്ട് ഡി എൽ ഇങ്ങനെ കണ്ടുപിടിച്ച് മൊത്തം എടുക്കുക. ആ മൊത്തം കണ്ടുപിടിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റഗ്രേഷൻ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടില്ലേ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സമ്മേഷൻ. തുടർച്ചയായി കൂട്ടിയെടുക്കുന്ന പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അത് ഇവിടെ ചെയ്ത രീതിയാണ് ഇത്. നന്നായിട്ട് നിങ്ങളിത് എഴുതി പഠിക്കണം. പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യുന്ന ഈ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിൻ്റെ 2 ആപ്ലിക്കേഷൻസാണ്. ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സോളിനോയിഡ് എന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ സോളിനോയിഡ് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? എന്താ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ? സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇങ്ങനെയാണ് നമ്മളുടെ നേരത്തെ വയറില്ലേ, ആ വയറ് ഞാനൊരു ഷീറ്റിൽ ഒരു പൈപ്പിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നു. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ സംവിധാനമാണ് സോളിനോയിഡ്. ഇത് സോളിനോയിഡാണ്. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമ്പിച്ചുരുളാണ്. ഇതിൽ ഓരോ കമ്പിയിലൂടെയും കറണ്ട് കടന്നു പോകുന്നതുകൊണ്ട് ഓരോ കമ്പിച്ചുരുളിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച് അടുപ്പിച്ച് വെച്ചാൽ അതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ സർക്കുലർ കോയിൽ വിത്ത് n ടേൺസ് പഠിച്ചിരുന്നു. അത് ഇതുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. അത് 1/the other ആണ് ചുറ്റിയേക്കുന്നത്. ദിസ് ഈസ് ആൻ എക്സ്റ്റെൻഡഡ് തിങ്. ഓക്കെ. അപ്പോൾ ഈ സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ സോളിനോയിഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇങ്ങനെ സോളിനോയിഡിനെ കൃത്യം നടുക്കോടെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇത് സോളിനോയിഡിൻ്റെ കമ്പികളാണ്. ഇത് ആ കമ്പികളാണ്. അപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനെയാണ് കമ്പി ഉണ്ടായിരുന്നത്, ഇങ്ങനെ. അപ്പോൾ ഞാനതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കുന്നതാണ്. ഓക്കെ. ഇനി ഇങ്ങനെ അപ്പോൾ ഇതിനകത്തോടെ I എന്ന കറണ്ട് ഒഴുകുകയാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രീതി നോക്കുക നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ആൻഡ് ഹിയർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അനദർ ഫാക്ട്. റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നു. ഈ തമ്പിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ ഈ വയറിൻ്റെ തമ്പിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് കടന്നു പോകുമ്പം ഇങ്ങനെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ സർക്കുലർ കേസാണ് കൺസിഡർ ചെയ്യുന്നത്, റിങ്ങുകളാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ പറയാം തമ്പ് റൂള്. ഇത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. തിരിച്ചും കുഴപ്പമില്ല. സർക്കുലർ കറണ്ട് ആണെങ്കിൽ ഇത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതായത് കോയിൽ ഇങ്ങനെ പിടിക്കുക നിങ്ങൾ, എന്നാൽ കോയിൽ ഇങ്ങനെയാണ് കറണ്ട് കടന്നു പോകുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും. അതല്ല ഇങ്ങനെയാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നിങ്ങളതൊരു വള്ളിയൊക്കെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് പറഞ്ഞു പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോയിലുകളെല്ലാം ഉള്ളത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കറണ്ട് ഇങ്ങനെ കറണ്ട്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ് ഞാൻ വരച്ചേക്കുന്നത് ഇങ്ങനെ. ഓക്കെ. അടുത്ത വയറിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഞാൻ വരച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കിക്കേ. വൗ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഈ ലൈനുകൾ അടുത്തടുത്ത് വരുന്ന ലൈനുകൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അടുത്തടുത്തുള്ള വയറുകൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസലായി പോകുന്നുണ്ട് ഇവിടെ അല്ലേ, വയറിനോടടുത്ത്. അതായത് ഒരു സോളിനോയിഡ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വൈൻഡിങ്സിനടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് അന്യോന്യം ക്യാൻസലായി പോകും. സോ മാഗ്നറ്റിക് ഫീൽഡ് നിയർ ദ വൈൻഡിങ്സ് ഓഫ് എ സോളിനോയിഡ് ഈസ് 0. ഇനി കുറച്ചുകൂടെ വലിയ ഇത് നോക്കുക. ഇവിടെ ഇങ്ങനെയുള്ള. ഓക്കെ. ഇനി താഴത്തെ കാര്യം നോക്കുക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണുള്ളത്, ഉള്ളിലോട്ടാണ് കറണ്ട് ഉള്ളത്. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ കൈ എടുത്ത് ഉപയോഗിച്ച് ചെയ്ത് പഠിക്കണേ. അപ്പം ഇങ്ങനെയാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഉണ്ടാവുക, ഇങ്ങനെ. ഓക്കെ. അപ്പോൾ അടുത്ത ലൈൻ വരുമ്പോഴും അങ്ങനെ തന്നെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിന് വലിയ ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കുക. വാ, സെൻറ്ററിൽ ഇത് ആഡപ്പ് ചെയ്യും. അപ്പോൾ ഒരു സോളിനോയിഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഐ മേക്ക് ദ സോളിനോയിഡ് അഗെയിൻ.
There should not be any confusion. ഇങ്ങനെ നിങ്ങളൊരു സോളിനോയിഡ് എടുക്കുകയാണെങ്കിൽ ഈ വൈൻഡിങ്സിനടുത്ത് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ നന്നായി ആലോചിച്ച് മനസ്സിലാക്കണേ. ഇതിന് ഈ വൈൻഡിങ്സിനോട് ചേർന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പുറത്തോ അകത്തോ അടുത്ത കാര്യങ്ങളാണ്. അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വൈൻഡിങ്സ് എല്ലാം ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണെന്ന് കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ലൈനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ഇങ്ങനെ. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് ബി വിൽ ബി ദർ. അവിടെ അങ്ങനെ ഉണ്ടാവും, നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പുറത്ത് ഈ രീതിയിലൊരു അഡീഷൻ നടക്കുന്നില്ല, ക്യാൻസലേഷൻ ഒന്നുമില്ല, പക്ഷേ സ്ട്രെങ്തനിങ് നടക്കുന്നില്ല. അപ്പോൾ സോളിനോയിഡിൻ്റെ പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഫീബിളായിരിക്കും, ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ടുള്ളത് എവിടെയാണ്? ഉള്ളിലാണ്. അപ്പോൾ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ച് ഈ സെൻറ്റൻസ് നിങ്ങൾ ഓർത്തിരുന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം. എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ഈസ് വെരി വീക്ക് ഔട്ട്സൈഡ്, സീറോ നിയർ ദ വൈൻഡിങ്സ് ആൻഡ് സ്ട്രോങ് ഇൻസൈഡ് എലോങ് ദ ആക്സിസ്. ആ സെൻറ്റൻസ് നന്നായിട്ട് എഴുതി പഠിക്കുക. ഇനി ഒരു സോളിനോയിഡിനെ കുറിച്ച് 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഈ സോളിനോയിഡിൽ എത്ര വൈൻഡിങ്സ് ഉണ്ട്? അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സോളിനോയിഡിലാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 വൈൻഡിങ്സ് ആർ ദർ. സോ വി സേ capital N is the number of windings of the solenoid. In this particular case it is 9 turns. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ലെങ്ത് ആണ്. ഈ സോളിനോയിഡിൻ്റെ ലെങ്ത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 10 സെൻറ്റിമീറ്ററോളം കാണും. സോ ഐ സേ ഇറ്റ് ഈസ് 0.1 മീറ്റർ. ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് L എന്നാണ് പറയുക. ഇനി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ N/L. അപ്പോൾ N/L എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ സ്മോൾ n എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് 1 മീറ്ററിലുള്ള ടേൺസിൻ്റെ എണ്ണമാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ 1 മീറ്റർ ഈസ് കോൾഡ് N, ഈസ് ദിസ് N. അപ്പോൾ ഈ 3 ക്വാണ്ടിറ്റീസും ഒരു സോളിനോയിഡിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമ്മൾ ആംബിയേഴ്സ് തിയറം ഉപയോഗിച്ച് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ക്ലോസ്ഡ് പാത്ത് ഇമാജിൻ ചെയ്യുകയാണ്. ഇങ്ങനെ ഓക്കെ, ABCD എന്ന് നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ നീളം എല്ലാം എന്നിരിക്കട്ടെ. ഈ നീളം എല്ലാണ്. പരീക്ഷയ്ക്ക് ഇതൊക്കെ വരയ്ക്കേണ്ടി വരും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ആംബിയേഴ്സ് തിയറം അനുസരിച്ച് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് അപ്പോൾ വരിക. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് ഇമാജിൻ ചെയ്തു, അതിനകത്തോടെ B.dl കണ്ടുപിടിച്ച് കൂട്ടണമെന്നാണ് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദിസ് ഈസ് ഫ്രം A to B, ഈ പാർട്ട് B.AB പ്ലസ് ഫ്രം B to C B.BC, ഇപ്പോൾ ഇവിടെ എത്തി, പ്ലസ് ഫ്രം C to D B.CD പ്ലസ് ഇനി ഇതും കൂടെ എടുത്താൽ തീർന്ന് ഇൻ്റഗ്രൽ ഫ്രം D to A B.AD. അപ്പോൾ കംപ്ലീറ്റ് ആയി. ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം മനസ്സിലായില്ലേ? പക്ഷേ പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അതാണ് ഓർത്തിരിക്കേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് B ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. B ഇൻറ്റു ഈ നീളം L ആണ്, പ്ലസ് ഇവിടെ ഇങ്ങോട്ടാണുള്ളത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നിയർ ദ വൈൻഡിങ് 0 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ടേം വാനിഷസ്. ആ ടേം 0 ആയിരിക്കും. സോ ഇറ്റ് ഈസ് 0 പ്ലസ് ഇനി ഇത് പുറത്താണുള്ളത്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഈ ടേമും 0 ആയിപ്പോയി, ഈ ടേമും 0 ആയിരിക്കും, കാരണം അത് നിയർ ദ വൈൻഡിങ്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് B.dl എന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? B ഇൻറ്റു L എന്നാണ് കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഇതിനകത്തുള്ള കറണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് L നീളമുണ്ട്, 1 മീറ്ററിൽ N വൈൻഡിങ്സ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് L ഇൻറ്റു N വൈൻഡിങ്സ് ഉണ്ടാകും.
ഓരോ വൈൻഡിങ്ങിലും I എന്ന കറണ്ട് ഉണ്ടാകുമെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇക്വേഷൻ. അപ്പോൾ L ക്യാൻസൽസ് ഔട്ട്. യു വിൽ ഗെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് B is equal to mu0 Ni എന്ന് കിട്ടും. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പല പ്രാവശ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് B is equal to mu0 Ni. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൊറോയിഡ് ആണ്. ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ സോളിനോയിഡിനെ നിങ്ങൾ ഈ പിന്നെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വള കിട്ടില്ലേ, ഇങ്ങനെ കുറേ ഉള്ള വള കിട്ടില്ലേ, അങ്ങനത്തെ ഒരു വള സങ്കല്പിക്കുക. ആ വളേനെ എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഞാൻ പിടിച്ച അത്ര ശരിയായിട്ടില്ല. ആ വളേനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഷേപ്പിനെയാണ് നമ്മൾ ടൊറോയിഡ് എന്ന് പറയുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ടൊറോയിഡ്. അപ്പോൾ ഞാൻ ടൊറോയിഡിൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. ഇവിടെ ടൊറോയിഡ് ഇങ്ങനെയായിരിക്കുമല്ലോ ഉണ്ടാവുക. ആ രീതിയിലായിരിക്കും ടൊറോയിഡ് ഉണ്ടാവുക. അപ്പോൾ ടൊറോയിഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും ടൊറോയിഡ് കിട്ടുക. ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ പുറം ഭാഗം. ശരിക്കും അകത്തും പുറത്തും ഈക്വൽ നമ്പറാണ് വരയ്ക്കേണ്ടത്. ഞാൻ പിന്നെ അങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ടൊറോയിഡിൻ്റെ അകഭാഗമാണ്, ക്രോസ് സെക്ഷനാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ക്ലോസ്ഡ് ലൂപ്പ് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ ഇത് അകത്തുള്ള ഒരു പോയിൻ്റ്, ഇത് അകത്തുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പോയിൻ്റ്, ഇത് ഇവിടെയുള്ള പോയിൻ്റ്. അപ്പോൾ പോയിൻ്റ് 1, പോയിൻ്റ് 2, പോയിൻ്റ് 3 എന്നെടുത്താൽ ഇത് ഇതിനകത്തുള്ള ഈ പോയിൻ്റ്. 3 എന്ന് പറഞ്ഞാൽ പുറത്തുള്ളൊരു പോയിൻ്റ്, 2 എന്ന് പറഞ്ഞാൽ അകത്തുള്ള പോയിൻ്റ്, ടൊറോയിഡിനകത്തുള്ള പോയിൻ്റ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ലൂപ്പ് സങ്കല്പിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കറണ്ടില്ല. അതുകൊണ്ട് ആംബിയർ സർക്യൂട്ടൽ തിയറത്തിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl is equal to 0 എന്നാണ് കിട്ടുക. സോ ദർ ഈസ് നോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് 1. ഇനി 3 നിങ്ങൾ ഈ 3 ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സങ്കല്പിച്ചാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു കറണ്ട് ഇങ്ങോട്ടുണ്ട്, ഒരു കറണ്ട് അങ്ങോട്ടുണ്ട്. ഓക്കെ, സോ നെറ്റ് കറണ്ട് ഈസ് 0. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയും ഉണ്ടാവില്ല. ഇനി റിലവൻ്റ് ആയ കാര്യം ഇതിനകത്തോടെ നമ്മൾ സങ്കല്പിക്കുന്ന ഈ ലൂപ്പാണ്. ഓക്കെ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇങ്ങനെയാണ് കിട്ടുക. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl is equal to മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കുമല്ലോ, dl ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് B ഇൻറ്റു ഈ ടോട്ടൽ dlകളെ ചേർത്തെടുക്കണം. അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? ഈ ടൊറോയിഡിൻ്റെ റേഡിയസ് r ആണെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ യു വിൽ ഗെറ്റ് ദിസ് ആസ് 2πr വിച്ച് ഈസ് ഈക്വൽ ടു mu0 ടൈംസ് ദ എൻക്ലോസ്ഡ് കറണ്ട്. ഇനി എൻക്ലോസ്ഡ് കറണ്ട് എത്രയായിരിക്കും? ഈസ് ഈക്വൽ ടു 2πr ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു n എന്നെഴുതാം, ഇൻറ്റു i. ഓക്കെ, സോ ദാറ്റ് ഈസ് B ഈസ് ഈക്വൽ ടു mu0 Ni അഗെയിൻ. ഈ സ്മോൾ n, ക്യാപിറ്റൽ N, എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2πr. ഇത്രയും വ്യത്യാസങ്ങളെ ടൊറോയിഡിലുള്ളൂ. ടൊറോയിഡ് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. സോളിനോയിഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നിങ്ങൾ ചെയ്ത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഈ 4ാമത്തെ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്ററാണ്. അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ, കൃത്യമായി പറഞ്ഞാൽ 2ഓ 3ഓ ടോപ്പിക്കുകൾ മാത്രമേ നമ്മളിപ്പോൾ എടുത്ത് പഠിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഫോക്കസ് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ കാണാം. താങ്ക് യു. ഈ ബയോസവാർട്സ് ലോ ഉപയോഗിച്ച് നിങ്ങളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാന്നിരിക്കട്ടെ. അതായത് യു ഹാവ് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ലൈക്ക് ദിസ് ആൻഡ് യു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഇറ്റ്സ് നെയ്ബർഹുഡ് സംവെയർ ഹിയർ അറ്റ് എ ഡിസ്റ്റൻസ് d. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം, നമുക്ക് ആവശ്യമുണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: B ഈസ് ഈക്വൽ ടു mu0/4π ഇൻറ്റു 2I, where I is the current on this wire, divided by d.
ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് പഠിക്കാൻ ആവശ്യമായ ഇക്വേഷൻ ആയതുകൊണ്ട് ഇത് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്.